കൃപാസനം മാതാവിനും തിരുക്കുമാരനും നന്ദി. ഓക്കെ, എൻ്റെ പേര് ടിൻസ് തോമസ്. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഞാൻ 2023 ഒക്ടോബർ 21 ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാൻ 5 പ്രാവശ്യം CA ഫൈനലിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി ഫെയിലായിട്ടിരിക്കുമായിരുന്നു. അപ്പം ആ സന്ദർഭത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എൻ്റെ അമ്മ 2023 ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ഞാൻ 5ാമത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്നത് മെയ് 2023. അപ്പം എക്സാമിന് തൊട്ട് മുമ്പ് അമ്മ പറഞ്ഞു ജോസഫച്ചനെ വന്ന് കാണാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, അമ്മ പൊക്കോ, ഞാൻ പിന്നെ വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പം ഇതിന് മുമ്പ് എഴുതിയ 4 അറ്റംപ്റ്റിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു 5ാമത്തെ അറ്റംപ്റ്റ്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. പക്ഷേ റിസൾട്ട് ജൂലൈ 2023 വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ആ പ്രാവശ്യം ഫെയിലായി. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ ഒരു ഒറ്റ അറ്റംപ്റ്റും കൂടെ ഉള്ളൂ, 2023 നവംബറിലും കൂടി ഒരു ഒറ്റ അറ്റംപ്റ്റും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സിലബസ് ചേഞ്ച് ചെയ്യുക. അപ്പം ഞാൻ ഏകദേശം ഒരു 80% ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആ 20% കൂടെ ഉള്ളൂ. അപ്പം സിലബസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോഴ്സ് ലീവ് ചെയ്യണം. പിന്നെ എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ പോലും ഇല്ല, ജസ്റ്റ് എന്താ പറയുക ഒരു ഇൻ്റർമീഡിയറ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എന്നാലും ലാസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, നീ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ വേറെ 1-2 സുഹൃത്തുക്കളും കൂടെ പറഞ്ഞു പോയി ഉടമ്പടി എടുക്കാൻ. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വ്യക്തമായിട്ടൊന്ന് ആലോചിച്ചായിരുന്നു ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന്. ഞാൻ കുറേ യൂട്യൂബിലെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറേ ട്രോളുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പം എന്താ പറയുന്നത്, കുറേ പേര് പുറത്തുനിന്ന് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ ഇവിടെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി ഇതിൽ എന്താ പറയുക സംതിങ് ഈസ് ദെയർ. പിന്നെ ഞാനും അപ്പോൾ തീരുമാനിച്ചു, അതായത് ഞാനും പോയി ഉടമ്പടി എടുക്കും. എന്നിട്ട് ഞാനിവിടെ ജൂലൈയിൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഇവിടെ വന്നപ്പം എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല, ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഉടമ്പടി എടുക്കാതെ തിരിച്ചു പോയെങ്കിലും ഞാൻ അമ്മയുടെ കൂടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം ജോസഫച്ചൻ ടോക്കിൻ്റെ അത് പറഞ്ഞു പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് വേണമെങ്കിൽ ഉടമ്പടി എടുക്കാം. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കുകയും ചെയ്യണം, ജോസഫച്ചനെ കാണുകയും ചെയ്യണം. അപ്പം ഞാൻ എക്സാമിനോട് ഏകദേശം അടുത്തുള്ളൊരു ഡേറ്റിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ഒക്ടോബർ 21 ഇവിടെ വന്ന് ഒക്ടോബർ 21, 2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓക്കെ, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം അന്ന് തന്നെ എനിക്ക് ജോസഫച്ചനെ കാണാനും പറ്റി. അപ്പോൾ ജോസഫച്ചനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോസഫച്ചൻ എനിക്ക് കാശ് രൂപം തന്നിട്ട് ഇത് പഠിക്കുമ്പോൾ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇതിന് മുമ്പ് സാക്ഷ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറയുന്നത് കേട്ടായിരുന്നു, എന്താ പറയുക വന്ന് സാക്ഷ്യം പറയണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നോട് അതൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എനിക്കൊരു വിഷമമൊക്കെ ആയി. ഓക്കെ, ഞാൻ വീട്ടിൽ പോയി പിന്നെ അതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് എക്സാം എഴുതി. നവംബർ 1 എക്സാം സ്റ്റാർട്ട് ചെയ്തു. 4 പേപ്പറാണ് ഉള്ളത്. അപ്പം എക്സാം എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഡിഫിക്കൽട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ ഐ എവർ റോട്ട് ഇൻ മൈ CA കരിക്കുലം ഫോർ ദ പാസ്റ്റ് 8 years. ഈ 8 വർഷത്തിന് എഴുതിയതിൽ വെച്ച് ഏറ്റവും പാടുള്ള എക്സാം ആയിരുന്നു എനിക്കത്. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ഞാൻ എഴുതിയതിൻ്റെ ബേസിൽ എനിക്ക് ഒരിക്കലും പാസ്സാകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു. എന്നിട്ട് ഞാനിവിടെ ആ പുറകിൽ നിന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, എനിക്ക് പാസ്സാവാനുള്ള കൃപ തരണം. അപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ജോസഫച്ചൻ ടോക്കിൻ്റെ സമയത്ത് പറയുന്നത് കേട്ടു, നമ്മൾ ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ മരിയൻ എയർലിഫ്റ്റ് നടക്കുമെന്ന്. അപ്പം ഞാനും ആ ഒരു എന്താ പറയുക ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു, 90 ദിവസത്തിനുള്ളിൽ എനിക്കും വർക്കൗട്ട് ആവണത്. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ നവംബർ തൊട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കുകയും അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് എൻ്റെ അടുത്തൊരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ അവിടെയുള്ളവർക്ക് ഫുഡ് കൊടുക്കാൻ പോകും, പിന്നെ അവർക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കും, പിന്നെ അവിടെ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കുളിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും, പിന്നെ അവരുടെ നഖം വെട്ടിക്കൊടുക്കും, പിന്നെ അവരുടെ പ്ലേറ്റ് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ വലിയ അതാണ് സംഭവമാണെന്ന് പറഞ്ഞ രീതിയിലൊക്കെയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ CAയുടെ ഇൻ്ററൊക്കെ ആദ്യത്തെ അറ്റംപ്റ്റിൽ എഴുതിയെടുത്തപ്പം എനിക്ക് വലിയൊരു വല്ലാത്തൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഫൈനലൊക്കെ എന്നെക്കൊണ്ട് നടക്കും, സിമ്പിളായിട്ട് നടക്കും എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് 5 പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കൈ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എന്നിട്ട്
ഇതായിരുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തത്. എന്നിട്ട് ഞാൻ ജനുവരി 9 റിസൾട്ടിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മേ എനിക്ക് പാസ്സാവാനുള്ള കൃപ തന്നാൽ മാത്രം പോരാ, എനിക്ക് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യക്ഷീകരണത്തിന് അടയാളമാക്കണം. ഒന്നെങ്കിൽ എനിക്ക് കറക്റ്റ് 200 മാർക്ക് തന്ന് പാസ്സാക്കണം, അതാണ് പാസ് മാർക്ക്. അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ പാസ്സായ സമയത്ത് കിട്ടിയതിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടണം, എന്നാലേ ഞാൻ ശരിക്കും വിശ്വസിക്കുകയുള്ളൂ. അതുകൂടാതെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരും അത് വിശ്വസിക്കണമല്ലോ. അപ്പോൾ ഞാൻ അതും പറഞ്ഞിട്ട് പോയി. ജനുവരി 9 റിസൾട്ട് വന്നു 2024. ഞാനന്ന് വീട്ടിൽ നിന്ന് അതിരാവിലെ ഇങ്ങോട്ട് വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് റിസൾട്ട് ഓപ്പൺ ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ വന്നു 8 മണിയാകുമ്പോൾ വരുമെന്ന് ഓർത്ത് വന്നില്ല, 10 മണിയാകുമ്പോൾ വരുമെന്ന് ഓർത്ത് വന്നില്ല. ഞാൻ അവിടെ ആ കോണിലിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി, ഭയങ്കര ടെൻഷനായി. 11 മണിയായപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് 200 മാർക്ക് എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അങ്ങനെ ഞാനിപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. പിന്നെ എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജൂലൈ തൊട്ട് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം എന്താണ് ജോലിയായി എല്ലാം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ വളരെ വിഷമിച്ചിരുന്നൊരു സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഒരു ബൈബിൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടതിൻ്റെ അന്ന് ആദ്യമായിട്ട് എനിക്കൊരു മെസ്സേജ് വരിക, ബൈബിളിൻ്റെ ആ സിമ്പിൾ വെച്ചൊരു പോപ്പപ്പ് വന്നു. ആ പോപ്പപ്പ് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, ദ ലോർഡ് ഹാസ് ഗോട്ട് എ പർപ്പസ് ഫോർ യുവർ പെയിൻ, എ റീസൺ ഫോർ യുവർ സ്ട്രഗിൾ, എ റിവാർഡ് ഫോർ യുവർ ഫെയ്ത്ത്ഫുൾനെസ്, ട്രസ്റ്റ് ഹിം, ഡു നോട്ട് ഗിവ് അപ്പ്. ഓക്കെ, ഇത് ജൂലൈ വന്നു. പിന്നെ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ എന്താ പറയുന്നത്, ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ആരോ എൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്ന രീതിയിൽ ഒരു മെസ്സേജ് വന്നു. ഓക്കെ, എന്നിട്ട് പരീക്ഷയുടെ 2 ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം എനിക്കൊരു മെസ്സേജ് വരുവാണ്, ദ ലോർഡ് ഹിംസെൽഫ് ഗോസ് ബിഫോർ യു ആൻഡ് ബി വിത്ത് യു, ഹി വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു, ഡു നോട്ട് ബി അഫ്രൈഡ്, ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ്. അതാണ് പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് വന്നത്. അപ്പം ഇത് പിന്നെ ഞാൻ ഡിസംബറിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഞാൻ പാസ്സാകുന്നതായിട്ട് സ്വപ്നത്തിലൂടെ കണ്ടായിരുന്നു. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ. പിന്നെ അതിലെല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എന്താ പറയുന്നത്, എനിക്കിത് നല്ല വിശ്വാസമായി. അതായത് എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ട് മാത്രം, പിന്നെ കൃപാസന അമ്മയുടെ മധ്യസ്ഥ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു CA-കാരനായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ടായത്, അതായത് വഴിമുട്ടി എന്ന് നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തെല്ലാം ഞാൻ പരീക്ഷ പാസ്സായി കഴിഞ്ഞ് ഇവിടുന്ന് പോയെന്ന് തന്നെ ഇവിടുത്തെ പത്രം കൊണ്ടുപോയി കൊടുത്ത് കൃപാസന മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയും അങ്ങനെ അതിൽ കുറേ പേര് തന്നെ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പം ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ എൻ്റെ കഴിവുകൊണ്ടൊന്നും നടക്കുകയില്ല. ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ കൊണ്ട് തന്നെ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം എന്താ പറയുന്നത്, എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക, ദൈവത്തിൻ്റെ കഴിവ്, ദൈവത്തെ നീ കൂടെ വിളിക്കുക, അപ്പം നിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കും. പിന്നെ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഉള്ള ഒരു ദൈവാനുഭവം കാര്യങ്ങളും. പിന്നെ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ഓഡിയൻസിൻ്റെയൊക്കെ ഒന്ന് ഫ്രണ്ടിൽ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം നൽകിയ കൃപാസന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. താങ്ക് യു. ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. അതെങ്ങനെയാണ് എന്തും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയായിട്ട് മാറുക? അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ, അതായത് ദൈവസ്നേഹത്തോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് അതിന് സാധ്യമാകുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2:15 ഇപ്രകാരം പറയുന്നുണ്ട്, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു എന്ന്. ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് ഈശോ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ മുമ്പോട്ട് തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ടുള്ള ഒരു പരിശ്രമവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നീട് ജീവിതത്തിൽ ലഭിക്കുന്നതാണ്, ഇവിടെ വന്ന് കൃപകളായിട്ട് ലഭിക്കുന്നതാണ് പിന്നീട് ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി സാക്ഷ്യമായി പറയുന്നത്. ഈ മകൻ ടിൻസ് തോമസ് എന്ന മകൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഇപ്പോൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നു.
5 പ്രാവശ്യത്തോളം എക്സാം എഴുതി തനിക്ക് ലഭിച്ചില്ല. 5 ആണോ? തനിക്ക് ലഭിച്ചില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇനി തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് പിന്നീട് ഇവിടെ വരികയും ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ നാം കേട്ടു. പിന്നീട് എങ്ങനെയാണ് ദൈവാനുഭവത്തിൽ വളരുന്നത്? ഈ അനുഗ്രഹം മാത്രമല്ല ഈ മകന് ലഭിച്ചത്. തൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ഇപ്പോഴെനിക്ക് ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് അതിൻ്റെ നിബന്ധനകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം മുമ്പോട്ട് നയിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, ഏതെങ്കിലും രീതിയിൽ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊരു ബുദ്ധിമുട്ടാണ്, എനിക്ക് പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ആത്മാവിൽ പ്രചോദിതനാവുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ എന്താണ്, ഇതിനു മുൻപ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, ഇപ്പോൾ ഉടമ്പടിയിലൂടെ തനിക്ക് എങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് വന്നത്. ഓരോ ദിവസവും കൃപാസനത്തിൽ ഇതേപോലെ ഒരു വലിയ ഒരു ജനസമൂഹത്തിൻ്റെ മുമ്പാകെയാണ് ഓരോ മക്കളും സാക്ഷ്യം പറയുന്നത്. ഈ സാക്ഷ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ, ചെറുപ്പക്കാരായ ഈ മക്കൾ പറയണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം, ഇതിനു മുൻപ് തനിക്ക് തൻ്റേതായ രീതിയിൽ അത് ലഭിക്കുമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതൊക്കെ മാറി വ്യക്തിപരമായിട്ട് തനിക്ക് എളിമപ്പെടുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭിച്ചു. ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് എല്ലാവരോടും തങ്ങളെക്കുറിച്ച് തന്നെ പറയണമെങ്കിൽ അത് തീർച്ചയായും അവർക്ക് ലഭിച്ച ബോധ്യങ്ങളാണ്. പിന്നീടാണ് അത് അനുഭവങ്ങളായിട്ട്, സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ പറയുക. അങ്ങനെ താൻ തന്നെ കൂടെ വരും. ഈശോ പറയുന്നത് മറ്റാരെയെങ്കിലും നിൻ്റെ കൂടെ വിടാമെന്നല്ല. കർത്താവ് പറഞ്ഞത് പുറപ്പാട് 20:24 പറഞ്ഞത് അത് തന്നെയാണ് ഈ മകന് ഒരു ബോധ്യമൊക്കെ ആയിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് കിട്ടി എന്ന് പറയുന്നത്. താൻ തന്നെ കൂടെ വരും, താൻ തന്നെ കൂടെയുണ്ടാകും. ആ ഒരു അനുഭവം ഇന്ന് ഈ മകനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളത്, അതായത് പിന്നീട് സിലബസ് കൂടെ ചേഞ്ച് ആകും. അപ്പോഴാണ് അവിടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇനി ഒരിക്കലും ഈ എക്സാം എഴുതാൻ പറ്റില്ല. എന്നാൽ എഴുതിയ എക്സാം ഏറ്റവും ടഫസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുക, ഈസി ആയിരുന്നില്ല. അപ്പോൾ ആ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉടമ്പടി നമ്മെ കൂടുതൽ കൃപകൾ നേടുവാൻ യോഗ്യരാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെയും മറ്റ് പല സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുന്നതിലൂടെയും നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.